All, we can discuss the question. Determine the overall transfer function C of S by R of S for the signal flow graph shown in the figure. സിഗ്നൽ ഫ്ലോ ഗ്രാഫിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഫോർവേഡ് പാത്തുകൾ ഏതൊക്കെയാണെന്നാണ്. ഈ ഫിഗറിൽ ഫോർവേഡ് പാത്ത്സ് എന്ന് പറയുന്നത് G1, G2, G3, G4, G5. പിന്നെ അടുത്ത ഫോർവേഡ് പാത്ത് എന്ന് പറയുന്നത് ഇതിലാണ് പോകുന്നത് G1, G2, G6, G5. അപ്പോൾ ഈ രണ്ട് ഫോർവേഡ് പാത്തിൻ്റെയും ഗെയിനുകൾ എഴുതി വെക്കുക. ഇതേപോലെ ഫിഗർ വരച്ചോളണം എന്നില്ല. ഇതിലിപ്പോൾ ആ രണ്ട് ഫോർവേഡ് പാത്തിൻ്റെയും ഫിഗറാണ് വരച്ചിട്ടുള്ളത്. ഈ ഒരു ഫോർവേഡ് പാത്ത് ഗെയിൻ എഴുതിയാലും മതി. P1 = G1, G2, G3, G4, G5. P2 = G1, G2, G6, G5. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻസ് ആണ്. ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതേ പോയിന്റിലേക്ക് തന്നെ തിരിച്ച് വരുന്ന ലൂപ്സ് ഏതൊക്കെയുള്ളതെന്ന് നോക്കാം. ആദ്യത്തേത് G2H1 ഈ ലൂപ്പ്, അടുത്തത് G3H2, അടുത്തത് G4H3. ഇനി നോക്കാം ഇനിയുള്ളത് ഏതാണ് പാത്തുള്ളത്. ഇവിടെ നിന്ന് പോയിട്ട് ഈ G6 പോകണം. നോക്കുക, G6 പോയിട്ട് H3 H2 വഴി തിരിച്ചെത്തുന്നത് ആ ഒരു പാത്താണ് പിന്നുള്ളത്. അപ്പോൾ 4 പാത്തുകൾ ഇതിൻ്റെ ഗെയിനുകൾ എഴുതുക. ഫസ്റ്റ് പാത്തിൻ്റെത് G2H1, P11 എന്നാണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആദ്യത്തെ നമ്മൾ P1 P2 എന്നല്ലേ കൊടുത്തത്, ഇതിന് P11. പിന്നെ P21 എന്ന് പറയുന്നത് G3H2, P31 G4H3, P41 G6H2H3. അപ്പോൾ ഇൻഡിവിജ്വൽ ഗെയിൻസായി. ഇനി നമുക്ക് വേണ്ടത് ലൂപ്പ് ഗെയിൻ ഓഫ് ഇൻഡിവിജ്വൽ ലൂപ്പ് 3 കിട്ടി. ഗെയിൻ പ്രോഡക്ട്സ് ഓഫ് 2 നോൺ ടച്ചിങ് ലൂപ്സ്. അപ്പോൾ ഈ നോൺ ടച്ചിങ് ലൂപ്സ് തമ്മിൽ ടച്ച് ചെയ്യാത്ത ലൂപ്പുകൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിലിപ്പോൾ നോക്കുമ്പോൾ തമ്മിൽ ടച്ച് ചെയ്യാത്ത ലൂപ്പ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്, G2H1 G4H3. അത് രണ്ടുമാണ് തമ്മിൽ ടച്ച് ചെയ്യാത്ത ലൂപ്പ്. ബാക്കി ലൂപ്പുകളൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നോൺ ടച്ചിങ് ലൂപ്സിൻ്റെ പ്രോഡക്റ്റ് എടുക്കുക, G2H1 G4H3. അപ്പോൾ G2 G4 H1 H3 എന്ന് കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഡെൽറ്റ ആൻഡ് ഡെൽറ്റ കെ. ഡെൽറ്റ = 1 - ഇൻഡിവിജ്വൽ ലൂപ്പ് ഗെയിനിൻ്റെ സമ്മ് പ്ലസ് എന്താണ് ഗെയിൻ പ്രോഡക്ട്സ് ഓഫ് നോൺ ടച്ചിങ് ലൂപ്സ്. അപ്പോൾ ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ കിട്ടും. ഇനി നമുക്ക് Δ1 Δ2. അപ്പം ഈ ഫോർവേഡ് പാത്തിന് ടച്ച് ചെയ്യാത്ത ലൂപ്പുകളൊന്നും ഇല്ല. അതുകൊണ്ട് ദ ഇക്വേഷൻ ഈസ് 1/Δ സിഗ്മ Pk Δk എന്നാണ്. അപ്പോൾ 1/Δ ഇൻറ്റു P1 Δ1 + P2 Δ2. P1 നമ്മുടെ കയ്യിലുണ്ട്. Δ1 = 1 ആണ്. P2 നമുക്കറിയാം. സോ Δ2 = 1 ആണ്. ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.